തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ബീഹാറിൽ 2 ദിവസമാണ് കമ്മീഷന്റെ സന്ദർശനം. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് മുഖാമുഖം എത്തി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയോടുകൂടി ഒരുപക്ഷെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന്. എടുത്തു പറയേണ്ട കാര്യം, ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ വിഗ്യാൻ ഭവനിൽ 62,000 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് ബീഹാറിന് വേണ്ടി. ഗുഡ് മോർണിംഗ് സ്വപ്ന. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നെ യോഗം ചേർന്ന നിലവിൽ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. 425 ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരായി ബീഹാറിൽ തീരുമാനിച്ചിട്ടുള്ളത്. IAS, IPS ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്. ഇന്നലെ യോഗം ചേർന്ന് എന്താണ് സംസ്ഥാനത്തെ സാഹചര്യമെന്ന് വിലയിരുത്തേണ്ടത്. അതിനുശേഷമാണ് കമ്മീഷൻ നേരിട്ട് ഇപ്പോൾ ബീഹാറിലേക്ക് എത്തുന്നത്. 2 ദിവസമാണ് സന്ദർശനം തീരുമാനിച്ചിരിക്കുന്നത്. ഈ സന്ദർശനത്തിന് ശേഷം തിരികെ എത്തിയ ശേഷം വിലയിരുത്തലുകൾക്ക് പിന്നാലെ വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇതിനു മുമ്പേ തന്നെ ഈ ഒരുക്കങ്ങൾ പൂർണ്ണമായും നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കമ്മീഷൻ വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ തന്നെ, അതായത് SIRന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ഇനി ഇപ്പോൾ എവിടെ വരെ ഇത് എത്തിയെന്ന് നേരിട്ട് പരിശോധിക്കുക. അതൊരു നടപടിക്രമം മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഒരുപക്ഷെ 2-ലധികം ഘട്ടങ്ങളായിട്ടായിരിക്കും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്ന് പ്രധാനമന്ത്രി 62,000 കോടി രൂപയുടെ ബീഹാറിലല്ല, സംസ്ഥാനങ്ങളിലെ വിവിധ നവോദയ സ്കൂളുകൾ, ഏകലവ്യ സ്കൂളുകൾ അടക്കം വിവിധ സ്ഥലങ്ങളിലേക്കുള്ള പദ്ധതികൾ കൂടി ഉൾപ്പെടെയാണ് അത് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്, സംസ്ഥാനങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി 34 സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള സ്കൂളുകൾ കൂടി കണക്കാക്കിയുള്ള പദ്ധതിയാണ്. പക്ഷേ ഏറെ പങ്കും ബീഹാറിലേക്കാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ബീഹാറിൽ ഇത് മാത്രമല്ല, ഇന്നലെ 3% സംസ്ഥാന സർക്കാരിന്റെ DA, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA ഇന്നലെ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അത് സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നു. ഈ കഴിഞ്ഞ ദിവസവും ഇതിന് അധികം പണം, വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ബീഹാറിൽ ചെയ്തിരുന്നു. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ നിലപാടുകൾ വെക്കുന്നത്. കാരണം ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നിരവധിയായ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ച പദ്ധതികൾ മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ഒഴിവാക്കാൻ ആവശ്യമായ കൃത്യമായ ഇടപെടലുകൾ BJPയുടെയും ഒപ്പം തന്നെ JDUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. ഈ 62,000 കോടിയുടെ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആണ് എന്നുള്ളതാണ്. അവരുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളും IITകളുടെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളും കൂടി ഉൾപ്പെടെയാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വപ്ന.